തീപാറുന്ന പോരാട്ടത്തിന് കളമൊരുങ്ങേണ്ട കൊളംബിയയിലെ പിച്ചിൽ ഇപ്പോൾ നടക്കുന്നത് ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ മൈൻഡ് ഗെയിമാണ്. വെറുമൊരു മത്സരത്തിനപ്പുറം അഭിമാനത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും വാശിയായി ഇന്ത്യ പാക് പോരാട്ടം മാറിയിരിക്കുന്നു. ബംഗ്ലാദേശിനെ പുറത്താക്കിയ ICC നടപടിയിൽ പ്രതിഷേധിച്ച് പാകിസ്ഥാൻ നിലപാട് കടുപ്പിക്കുമ്പോൾ ക്രിക്കറ്റ് ലോകം ശ്വാസമടക്കി പിടിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ 3 കൽപ്പനകൾ അംഗീകരിച്ചില്ലെങ്കിൽ കൊളംബിയയിലെ പിച്ചിൽ പാകിസ്ഥാൻ ബൂട്ടിടില്ല എന്ന PCBയുടെ മാസ് എൻട്രി ടൂർണമെന്റിനെ അക്ഷരാർത്ഥത്തിൽ മുൾമുനയിലാക്കി. കൃത്യമായ പ്ലാനിങ്ങോടെ പാകിസ്ഥാൻ മുന്നോട്ട് വെച്ച ആ 3 കൽപ്പനകൾ ഇവയാണ്. 1. ബംഗ്ലാദേശിന് കൂടുതൽ സാമ്പത്തിക സഹായം അനുവദിക്കുക. 2. T20 ലോകകപ്പിൽ നിന്ന് പുറത്താക്കപ്പെട്ടെങ്കിലും ബംഗ്ലാദേശിന് പങ്കാളിത്ത ഫീസായി ലഭിക്കേണ്ടിയിരുന്ന തുക പൂർണ്ണമായും നൽകുക. 3. ഭാവിയിലെ ഒരു ICC ടൂർണമെന്റിന് ആതിഥേയത്വം വഹിക്കാൻ പാകിസ്ഥാന് ഉറപ്പായ അവസരം നൽകുക. ഈ ഡിമാൻഡുകൾക്ക് മുന്നിൽ ICC വിറച്ചു നിൽക്കുകയാണ്. ഒരു വശത്ത് കോടികളുടെ ബിസിനസ്സും ആരാധകരുടെ ആവേശവും തടസ്സപ്പെടുമെന്ന പേടി, മറുവശത്ത് പാകിസ്ഥാന്റെ ഈ കടുപ്പമേറിയ നിലപാടും. ICC പ്രതിനിധികളായ ഇമ്രാൻ ഖവാജ, മുബഷിർ ഉസ്മാനി എന്നിവരെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടുള്ള പാകിസ്ഥാന്റെ ഈ നീക്കം വെറുമൊരു ഭീഷണിയല്ല, മറിച്ച് ക്രിക്കറ്റ് ലോകത്തെ തന്നെ പിടിച്ചുലയ്ക്കുന്ന ഒരു പവർ പ്ലേ ആണ്. പാകിസ്ഥാൻ ഉപാധികൾ വെക്കുമ്പോൾ കളം വിട്ടൊരു കളിയില്ലെന്ന ഉറച്ച നിലപാടിലാണ് നീലപ്പട. സൂര്യകുമാർ യാദവും സംഘവും കൊളംബിയയിൽ എത്തുമ്പോൾ അവിടെ പാകിസ്ഥാൻ പൊരുതാൻ വരുമോ അതോ ഇന്ത്യക്ക് വാക്ക് ഓവർ നൽകി നാണം കെട്ട് പിന്മാറുമോ എന്നതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. കളിക്കളത്തിന് പുറത്ത് ഇത്രയും വലിയൊരു ട്വിസ്റ്റ് അടുത്ത കാലത്തൊന്നും ക്രിക്കറ്റ് ലോകം കണ്ടിട്ടില്ല. ഇത് വാശിയുടെ അന്ത്യഘട്ടമാണ്. ICC വഴങ്ങുമോ അതോ പാകിസ്ഥാൻ പുറത്താകുമോ? ഫെബ്രുവരി 15-ന് കൊളംബോയിൽ ബാറ്റ് കൊണ്ട് പന്ത് തല്ലി തകർക്കുമോ അതോ PCBയുടെ കടുംപിടുത്തം കളി തന്നെ ഇല്ലാതാക്കുമോ? കാത്തിരുന്നു കാണാം. ഇത് വെറുമൊരു കളിയല്ല, ഇത് ഒരു യുദ്ധമാണ്. ഈ നീക്കം ക്രിക്കറ്റ് ഭൂപടത്തിലെ ശക്ത സമവാക്യങ്ങളെ എങ്ങനെ മാറ്റിമറിക്കുമെന്ന് വരും മണിക്കൂറുകളിൽ കണ്ടറിയാം.